ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നൊരു വിരുന്നിന് പോവാണ്. അപ്പം രണ്ടാമത്തെ വിരുന്നാണ് കേട്ടോ. അപ്പം രണ്ടാമത്തെ ആണോ മൂന്നാമത്തെ ആണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും വിരുന്നിന് പോവുകയാണ് ഗായ്സ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഇക്ക പള്ളിയിലോട്ട് എന്നെ അങ്ങോട്ട് വിരുന്നിനുള്ള വീട്ടിലോട്ട് ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കൊച്ചുമാടെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ വിരുന്നിന് പോകുമ്പോഴത്തേക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് കയറിയിരിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഉച്ചയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ മേടിച്ച സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ച് അപ്പോഴത്തേക്ക് അവിടുത്തെ ഉമ്മായി ഒന്ന് വിളിക്കുകയാണ്. ഇവിടെ അകത്തൊന്നും കാണുന്നില്ല. അപ്പോൾ അകത്ത് ജോലിയിലൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ അകത്തോട്ടൊക്കെ കയറി. അപ്പോഴത്തേക്ക് ഉമ്മ വന്ന് ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. മാംഗോ ജ്യൂസാണ് കേട്ടോ. നല്ല ചൂടുണ്ടായതുകൊണ്ട് നമ്മൾ ഉച്ച ടൈമിലാണ് ഇറങ്ങിയോണ്ട് തന്നെ ഞാൻ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെയൊക്കെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ചൂടത്ത് വന്നുകൊണ്ട് തന്നെ എൻ്റെ കമ്മൽ എങ്ങനെ ഉണ്ട് ഗായ്സ്? അടിപൊളിയല്ലേ? അപ്പോൾ കമ്മലൊക്കെ കാണിക്കാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ കമ്മൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുത്തെ ഇക്കാടേയും ഇത്താടേയും മാരേജിൻ്റെ ആൽബംസൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫുഡ് ബിരിയാണി, അതേപോലെ തന്നെ സലാഡ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇക്കായും വന്നിട്ടുണ്ടായിരുന്നു പള്ളി വിരിഞ്ഞ്. അപ്പോൾ ചൂടോടെ ബിരിയാണി, അതേപോലെ തന്നെ സാലഡും ചിക്കൻ പൊരിച്ചതും ഒക്കെ ആയിരുന്നു കേട്ടോ വിരുന്നിന്. അപ്പം അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിക്കുകയാണ്. ഞങ്ങൾ 3 പേരും കൂടെ ആണ് കേട്ടോ കഴിക്കുന്നത്. ഞാനും ഇക്കായും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഒരു കസിനും ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ കൂട്ടി നല്ല വിശാലമായിട്ട് അങ്ങ് കഴിക്കുകയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു സാലഡാണ് കേട്ടോ. ഈ സാലഡിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഒക്കെ ഇട്ട് ഇവിടെ ഉമ്മ ഉണ്ടാക്കിയ നല്ലൊരു ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ നൈറ്റൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് ഇടിയപ്പം, അതേപോലെ തന്നെ ചപ്പാത്തി, ചിക്കൻ പൊരിച്ചത് അതേപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ. ഇങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി ആയപ്പോഴത്തേക്ക് രാത്രിത്തെ ഫുഡ് വീട്ടിൽ നിന്നായിരുന്നു കേട്ടോ. എനിക്ക് വീട്ടിലോട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗൈസ്. പിന്നെ വന്ന് ചിക്കൻ പൊരിച്ചത് അതേപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ആയിട്ട് ഞാൻ കഴിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഇടിയപ്പമാണ് കേട്ടോ. അപ്പോൾ എപ്പോൾ വന്നാലും ഉമ്മ ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇടിയപ്പം കൂട്ടി കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഉമ്മ അകത്ത് തിരക്കിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.